First question. Who is the speaker in the poem? ഈ കവിതയിലെ സ്പീക്കർ ആരാണ്? ആൻസർ. The speaker is the mirror itself. It talks like a person using eye. കണ്ണാടിയാണ് കവിതയിലെ സ്പീക്കർ. ഒരു മനുഷ്യൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെയാണ് കണ്ണാടി ഇവിടെ സംസാരിക്കുന്നത്. ഐ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പീക്കർ റീഡേഴ്സിനോട് സംസാരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Why does the mirror say that it has no preconceptions? എന്തുകൊണ്ടാണ് മിറർ എനിക്ക് മുൻവിധികളൊന്നും തന്നെ ഇല്ല എന്ന് പറയുന്നത്? പ്രീ കൺസെപ്ഷൻസ് എന്നാൽ മുൻവിധികൾ അല്ലെങ്കിൽ മുൻധാരണ. ആൻസർ. The mirror says this because it shows things exactly as they are. It does not have feelings or opinions. It doesn't judge anyone. മിറർ ഇങ്ങനെ പറയാൻ കാരണം ഒരു വ്യക്തിയെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണ് ഞാൻ അവർക്ക് അത് കാണിച്ചു കൊടുക്കുന്നത്. അതിന് യാതൊരുവിധ ഫീലിങ്സും ഇല്ല അല്ലേ? മിററിന് എന്തില്ല? യാതൊരു ഫീലിങ്സും ഇല്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഒപ്പീനിയൻ, ഒരു അഭിപ്രായങ്ങളുമില്ല. കണ്ണാടി ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡസ് ദ മിറർ റിവീൽ എനി ഇമോഷൻസ്? അതായത് മിറർ എന്തെങ്കിലും ഇമോഷൻസ് കാണിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ. ദ മിറർ സേസ് ഇറ്റ് ഹാസ് നോ ഇമോഷൻസ്. ഇറ്റ് ഡസൻറ്റ് ലവ് ഓർ ഹെയ്റ്റ്. മിറർ പറയുന്നത് എനിക്ക് എന്തില്ല? ഇമോഷൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും ഇഷ്ടപ്പെടുന്നുമില്ല, വെറുക്കുന്നുമില്ല. ഇറ്റ് ഡസൻറ്റ് ലവ് ഓർ ഹെയ്റ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. Why does the mirror compare itself to the eye of a little god? എന്തുകൊണ്ടാണ് കണ്ണാടി സ്വയം ദൈവത്തിൻ്റെ കണ്ണുകളോട് കമ്പയർ ചെയ്യുന്നത്? ആൻസർ. The mirror compares itself to a god's eye because it is always watching and shows the truth. It cannot be fooled and nothing is hidden from it. കണ്ണാടി സ്വയം ദൈവത്തിൻ്റെ കണ്ണിനോട് ഉപമിക്കാൻ കാരണം ദൈവത്തിൻ്റെ കണ്ണ് എപ്പോഴും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. ശേഷം എന്താണ്? അത് സത്യം പറയും. അതുപോലെ തന്നെയാണ് കണ്ണാടിയും. ദൈവത്തിന് നമുക്ക് പറ്റിക്കാനാകില്ല, അതുപോലെ തന്നെ കണ്ണാടിയെയും പറ്റിക്കാനാവില്ല. അതിൽ നിന്നും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഹൈഡ് ചെയ്ത് വെക്കാനും ആവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What does the mirror usually focus on when it is alone? ഒറ്റയ്ക്കായിരിക്കുമ്പോൾ കണ്ണാടി സാധാരണയായി എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ആൻസർ. ഇറ്റ് ലുക്സ് അറ്റ് ദ ഓപ്പോസിറ്റ് wall which is pink with spots. മിറർ ഫോക്കസ് ചെയ്യുന്നത് എതിർവശത്തുള്ള ഭിത്തിയിലേക്കാണ്. It looks at the opposite wall which is pink with spots. ആ ഭിത്തിയുടെ നിറം എന്താണ്? പിങ്ക് ആണ്. ആ ഭിത്തിയിൽ എന്തുണ്ട്? സ്പോട്ട്സ് ഉണ്ട് അല്ലേ? കുഴികൾ ഉണ്ട്. സിക്സ്ത് ക്വസ്റ്റ്യൻ. Why does the mirror compare itself to a lake? എന്തുകൊണ്ടാണ് കണ്ണാടി സ്വയം ഒരു തടാകത്തോട് ഉപമിക്കുന്നത്? ആൻസർ. It compares itself to a lake because both reflect clearly. A lake also suggests depth and age, showing that the woman looks into it to find her true self. ഒരു വസ്തുവിനെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നതിനാലാണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്തിയേക്കുന്നത്. തടാകം സൂചിപ്പിക്കുന്നത് ആഴവും പ്രായവുമാണ്. സ്ത്രീ തൻ്റെ യഥാർത്ഥ വ്യക്തിത്വം അറിയാനാണ് തടാകത്തിലേക്ക് നോക്കുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ വുമൺ സെർച്ച് ഫോർ ഇൻ ദ ലേക്ക് അക്കോർഡിംഗ് ടു ദ പോം? ചൂസ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. ആ സ്ത്രീ എന്താണ് തടാകത്തിൽ തിരഞ്ഞത്? കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഫസ്റ്റ് വൺ, ഹെർ റിഫ്ലക്ഷൻ. ബി, the depths of the lake.
C. The secrets of the lake. D. Her true self and identity. ഇതിലേതാണ് വരുന്നത്? അവളുടെ റിഫ്ലക്ഷൻ നോക്കിയതാണോ? അല്ല. ലേക്കിൻ്റെ ഡെപ്ത് നോക്കിയതാണോ? അതും അല്ല. ദ സീക്രട്സ് ഓഫ് ദ ലേക്ക്, ലേക്കിലെ സീക്രട്സ് നോക്കിയതാണോ? അതും അല്ല. ഹെർ ട്രൂ സെൽഫ് ആൻഡ് ഐഡൻറ്റിറ്റി, അവളുടെ എന്ത് നോക്കിയതാണ്? ട്രൂ സെൽഫ് ആൻഡ് ഐഡൻറ്റിറ്റി. അപ്പോൾ ആൻസർ വരുന്നത് ഡി ആണ്. 8th question. Pick out a line which shows the emotional turmoil of the woman. സ്ത്രീയുടെ വൈകാരിക സംഘർഷം കാണിക്കുന്ന വരി ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ആൻസർ: ഷീ റിവാർഡ്സ് മീ വിത്ത് ടിയേഴ്സ് ആൻഡ് ആൻ എജിറ്റേഷൻ ഓഫ് ഹാൻഡ്സ്. ഈ ലൈനാണ് സ്ത്രീയുടെ വൈകാരിക സംഘർഷം കാണിക്കുന്ന ലൈൻ അല്ലേ? നമ്മളത് ഓൾറെഡി സമ്മറി പറയുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? തടാകത്തിൽ നോക്കുമ്പോൾ അവളുടെ ഒറിജിനലായിട്ടുള്ള ഐഡൻറ്റിറ്റി കാണുകയാണ്. അത് അവളിൽ എന്തുണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്? സങ്കടം അല്ലേ? എജിറ്റേഷൻ, സങ്കടവും ഒക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം ആ ലേക്കിന് അവൾ കൊടുക്കുന്ന റിവാർഡ്സ് എന്താണ്? അവളുടെ കണ്ണുനീരാണല്ലേ? അവൾ ഹാപ്പി അല്ല കൊടുക്കുന്നത്, അവളുടെ കണ്ണുനീരാണ് ആ തടാകത്തിന് അവൾ കൊടുക്കുന്ന റിവാർഡ്സ്. 9th question. When does the woman's face replace the darkness? എപ്പോഴാണ് കണ്ണാടിയുടെ മുൻപിൽ ഇരുട്ടിന് പകരം സ്ത്രീയുടെ മുഖം വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ. എവറി മോർണിംഗ് ദ വുമൺസ് ഫേസ് എപ്പിയേഴ്സ് ഇൻ ദ മിറർ. എല്ലാ ദിവസവും രാവിലെ എന്താണ്? കണ്ണാടിയിലെ സ്ത്രീയുടെ മുഖം പ്രത്യക്ഷപ്പെടുന്നു. ടേക്കിംഗ് ദ പ്ലേസ് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് നൈറ്റ്. രാത്രിയുടെ ഇരുട്ടിനെ മാറ്റി എല്ലാ ദിവസവും രാവിലെ സ്ത്രീയുടെ മുഖം കണ്ണാടിയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ആർ ദ ലയേഴ്സ് മെൻഷൻഡ് ഇൻ ദ പോം? വൈ ആർ ദേ കോൾഡ് സോ? ആരാണ് കവിതയിൽ പറയുന്ന നുണയന്മാർ, അതായത് കള്ളന്മാർ? എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നത്? ആൻസർ: The candles and the moons are layers. They are called layers because their soft light hides the truth, especially sign of aging. They make people look better than they really do. അതായത് ആരൊക്കെയാണ് ഇവിടെ നുണയന്മാർ? മെഴുകുതിരിയും ചന്ദ്രനുമാണ് ഇവിടെയുള്ള കള്ളന്മാർ. കാരണം എന്താണ്? Their soft light hides the truth. അവരുടെ സോഫ്റ്റ്, മൃദുവായിട്ടുള്ള വെളിച്ചം കാരണമാണ് അവരെ എന്തു പറയുന്നത്? നുണയന്മാർ, അതായത് കള്ളന്മാർ എന്ന് വിളിക്കുന്നത്. ഇവരെന്താണ് ചെയ്യുന്നത്? സത്യത്തെ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ അല്ലേ? സൈൻ ഓഫ് ഏജിങ്. അതെന്ത് ചെയ്യുന്നു? അവരുടെ ആ മൃദുവായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ലൈറ്റിൽ അവർ മറച്ചു വയ്ക്കുന്നു. മെഴുകുതിരിയും ചന്ദ്രൻ്റെയും വെളിച്ചത്തിൽ ആളുകൾ എന്തായി മാറും? സുന്ദരന്മാരും സുന്ദരികളുമായിട്ടാണ് അവർ കാണിച്ചു തരുന്നത്. അത് ശരിക്കും ഒരു റിയൽ അല്ല അല്ലേ? അതുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡസ് ദ മിറർ ഫീൽസ് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ദ വുമൺ? വൈ? മിററിന് തോന്നുന്നുണ്ടോ മിറർ അവൾക്ക് പ്രാധാന്യം ഉള്ളതാണെന്ന്? എന്തുകൊണ്ട്? ആൻസർ: യെസ്, the mirror thinks it is important to her. She comes to the mirror every day, even though the truth makes her sad. This shows she depends on it. Yes, the mirror thinks it is important to her. ഉണ്ട്, കണ്ണാടി വിചാരിക്കുന്നുണ്ട് അവൾക്ക് കണ്ണാടി എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. യാഥാർത്ഥ്യം അവളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾ എല്ലാ ദിവസവും കണ്ണാടിയുടെ മുന്നിൽ വരും. ഇത് കാണിക്കുന്നത് അവൾ കണ്ണാടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ മിറർ മീൻ ബൈ സെയിങ് ദാറ്റ് ഇൻ ഇറ്റ് എ യങ് ഗേൾ ഹാസ് ഡ്രൗൺഡ് ഹെർസെൽഫ് ആൻഡ് ആൻ ഓൾഡ് വുമൺ റൈസസ് ടുവേഴ്സ് ഹെർ ഡേ ആഫ്റ്റർ ഡേ
like a terrible fish. ഒരു പെൺകുട്ടി മുങ്ങി മരിച്ചുവെന്നും എല്ലാ ദിവസവും പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ആ തടാകത്തിൽ പൊങ്ങി വരുന്ന ഒരു ഭീകര മത്സ്യം എന്ന് മിറർ പറയുന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ: The woman's youth is gone, the young girl she once was drowned. Now her old self appear in the mirror every day. The old woman rising like a terrible fish, showing how shocking and painful aging feels to her. ഇവിടെ പറയുന്നത് ആ സ്ത്രീയുടെ യുവത്വം അല്ലെ, യൂത്ത് എന്തായിരിക്കുന്നു? പോയിരിക്കുന്നു. പണ്ടുണ്ടായ ആ യുവതി ഇപ്പോൾ മുങ്ങി മരിച്ചു. ഇപ്പോൾ പ്രായമായ സ്ത്രീയുടെ രൂപമാണ് എല്ലാ ദിവസവും മിററിൽ പ്രത്യക്ഷപ്പെടുന്നത്. പ്രായമായ സ്ത്രീ ഭീകരമായ മത്സ്യം പോലെ പൊങ്ങി വരികയാണ്. അതായത് ഓരോ ഡേ ബൈ ഡേ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്? അവൾക്ക് പ്രായം കൂടിക്കൂടി വരികയാണ്. ഇത് അവൾക്ക് ഷോക്കിങ്ങും പെയിൻഫുള്ളുമാണ്.